മോർണിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായ ചികിത്സാ പിഴവിൽ കേസെടുത്ത പോലീസ്. ഡോക്ടർ ലളിതാംബികയെ പ്രതി ചേർത്തു. മനുഷ്യജീവന് അപകടകരമാം വിധം പ്രവർത്തിച്ചെന്ന എഫ്ഐആർ. ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ നാടകീയ രംഗങ്ങൾ. ഇരച്ചുകയറി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ചികിത്സ വേണ്ടത് സിസ്റ്റത്തിനാണെന്ന് KGM-CTA. അടിച്ചു തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവ്. ഗർഭിണിയായ ഭാര്യയെ ഡോക്ടർമാരുടെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്ന ആവശ്യം. പ്രതിയെ പോലീസും ആശുപത്രി സുരക്ഷാ ജീവനക്കാരും ചേർന്ന് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി. ബെനാമി ഇടപാട് പരാതിയിൽ കൂടുതൽ നടപടികളില്ല. PP ദിവ്യക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന തീരുമാനം. കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയ സർക്കാർ. വിവിധ കരാറുകളിൽ ദിവ്യ ഇടപെട്ടതിന് തെളിവില്ലെന്നും കണ്ടെത്തൽ. സർക്കാർ ബ്രാൻഡ് മിന്നൽ മാജിക് എന്നാക്കി ബെവ്കോ. മലബാർ മിസ്റ്ററി എന്ന പേര് മാറ്റി. 1/2 ലിറ്റർ മിന്നൽ മാജിക്കിന് 400 രൂപ. എക്സൈസ് മന്ത്രി MP രാജേഷ് പേര് പ്രഖ്യാപിക്കും. പാലത്തായി പീഡന കേസിൽ BJP നേതാവ് പത്മരാജന് ചട്ടം ലംഘിച്ച് പരോൾ. ശിക്ഷ വിധിച്ച് 3 മാസമാകുമ്പോൾ BJP നേതാവിന് വേണ്ടിയുള്ള സർക്കാർ ഇടപെടൽ. ശിക്ഷ റദ്ദാക്കണമെന്ന പ്രതിയുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് അവധി. വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായ ചികിത്സാ പിഴവിൽ കേസെടുത്തു പോലീസ്. വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്താണ് എഫ്ഐആർ. ഉഷ ജോസഫിന്റെ ബന്ധു നൽകിയ പരാതിയിലാണ് അമ്പലപ്പുഴ പോലീസ് കേസെടുത്തത്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയെയോ മറ്റ് ഡോക്ടേഴ്സിനെയോ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. ഗൈനക്കോളജി വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്താണ് എഫ്ഐആർ. മനുഷ്യജീവനും വ്യക്തിസുരക്ഷയ്ക്കും അപകടകരമാം വിധം പ്രവർത്തിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. നിരുത്തരവാദിത്തപരമായി വയറ്റിൽ കത്രിക ഉപേക്ഷിച്ചെന്നും എഫ്ഐആറിലുണ്ട്. BNS 125, 125A വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഡോക്ടർ ലളിതാംബിക നടത്തിയ ചില പ്രതികരണങ്ങൾ വിവാദമായിരുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ 5 അല്ല 50 വർഷം വയറ്റിലിരുന്നാലും ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്നായിരുന്നു ലളിതാംബിക പറഞ്ഞത്. നിലവിൽ ഉഷ ജോസഫിന്റെ ഭർതൃ സഹോദരി മാർഗരറ്റ് നൽകിയ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. ഈ പരാതിയിൽ ഡോക്ടർ ലളിതാംബികയാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൈകാതെ കൂടുതൽ പേരെ പ്രതി ചേർക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായ ചികിത്സാ പിഴവിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്താണ് എഫ്ഐആർ. ഉഷ ജോസഫിന്റെ ബന്ധു നൽകിയ പരാതിയിലാണ് അമ്പലപ്പുഴ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ UDFന്റെ പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട YMCAയിൽ ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മന്ത്രി. പൂർത്തിയാകാത്ത പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെയാണ് നഗരസഭയിലെ UDF ജനപ്രതിനിധികൾ പ്രതിഷേധിച്ചത്. ഇതോടെ LDF പ്രവർത്തകർ പ്രതിരോധവുമായി മുന്നോട്ട് വന്നു. തുടർന്ന് LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് ഇരു വിഭാഗങ്ങളും സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പോലീസ് ഇടപെട്ടു. പിന്നാലെ UDF യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗിയുടെ വയറ്റിൽ ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ റീത്തുമായി എത്തിയായിരുന്നു പ്രതിഷേധം. വീണ ജോർജിന്റെ വീടിന് മുന്നിൽ പോലീസിനെ വെട്ടിച്ചു കയറിയ പ്രവർത്തകർ വാതിൽ റീത്ത് വെച്ചു. രാവിലെ 8 മണിയോടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ റീത്തുമായി എത്തിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മന്ത്രിയുടെ വീടിന് മുന്നിൽ പോലീസിനെ മറികടന്ന് ഓടിക്കയറിയ പ്രവർത്തകർ വീടിന്റെ വാതിലിൽ റീത്ത് വച്ചു. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ റീത്തെടുത്തു മാറ്റി. മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രവർത്തകർ എത്തിയപ്പോൾ 3 പോലീസുകാർ മാത്രമാണ് സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നത്. പ്രതിഷേധമുണ്ടായി 15 മിനിറ്റിന് ശേഷമാണ് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തുന്നത്. ഒടുവിൽ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും അത് കയ്യാങ്കളിയിലേക്ക് നയിച്ചു. പിന്നാലെ ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് പിരിച്ചുവിട്ടു. ആരോഗ്യരംഗത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ വീഴ്ചയിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം.
സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായ പ്രശ്നത്തിന് പിന്നാലെ വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ UDFന്റെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അടക്കം ഉണ്ടാകുന്നത്. ആരോഗ്യമന്ത്രിയുടെ പരിപാടിയിലടക്കം പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ പ്രതിഷേധവുമായി ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരുന്നു. പോലീസുകാരെ മറികടന്നുകൊണ്ടാണ് വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. എന്തായാലും പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്നും ഏറെ നേരത്തെ ഒരു സംഘർഷ സാധ്യതയ്ക്ക് ശേഷമാണ് മാറ്റിയത്. അതേസമയം തന്നെ പത്തനംതിട്ട ടൗൺ ഹാളിലെ ആരോഗ്യമന്ത്രിയുടെ പരിപാടിയിലും പ്രതിഷേധമുണ്ടായിരുന്നു. മന്ത്രി പങ്കെടുത്ത യോഗത്തിലാണ് കോൺഗ്രസ് ജനപ്രതിനിധികളുടെ പ്രതിഷേധമുണ്ടായത്. ഇതോടെ യോഗം അലങ്കോലപ്പെടുകയായിരുന്നു. ജനറൽ ആശുപത്രി ജില്ലാ പഞ്ചായത്തിലേക്ക് മാറ്റിയതിൽ അടക്കമായിരുന്നു മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായത്. അതോടൊപ്പം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായ ചികിത്സാ പിഴവിനെ തുടർന്ന് ഡോക്ടർ ഷാഹിദയെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതികരിച്ച് KGM-CTA. ചികിത്സ വേണ്ടത് സിസ്റ്റത്തിനാണെന്നും ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്നും KGM-CTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റോസ്ന ബീഗം പറഞ്ഞു. ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന് 10 വർഷമായി പറയുന്നുവെന്നും സിസ്റ്റം ഇങ്ങനെയെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നും അവർ വ്യക്തമാക്കി. ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഞങ്ങൾ അടുത്ത് വരുന്നു, കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യൻ്റ് വരുന്നു, ആ പേഷ്യൻ്റ് എമർജൻസി ആയിട്ട് സർജറി ചെയ്തേ മതിയാവും. മിനിസ്റ്റർ പറയുന്ന പോലെ സ്ക്രബ് നഴ്സ് ഇല്ല, ഫ്ലോർ നഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ സർജറി ചെയ്യാതിരുന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താവും? ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? എപ്പോഴും ഡോക്ടറെ പഴിചാരുന്നുണ്ടല്ലോ നിങ്ങൾ. ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ടോ? ഈ പ്രശ്നത്തിന് പരിഹാരമാവുന്നുണ്ടോ? ഈ കാഷ്വാലിറ്റികളിലും തിയേറ്ററുകളിലും എല്ലാം നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി അങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൺസെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇവിടെയുള്ള പ്രശ്നങ്ങൾ കൃത്യമായി പറഞ്ഞ് തന്നെ ഞങ്ങൾക്ക് കൺസെൻറ്റ് എടുക്കേണ്ടി വരും. അല്ലാതെ ഈ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കുന്നത് ഒരു ശരിയായ ഒരു രീതിയാണോ അത്? ഇനിയും ഇത് ഇങ്ങനെ മുന്നോട്ട് തുടരാനാണ് ഭാവമെന്നുണ്ടെങ്കിൽ പല സംഭവങ്ങളായി ഞങ്ങൾ പലപ്പോഴും പ്രശ്നങ്ങൾ, അതായത് ഫൈനാൻസസിലെ പ്രശ്നങ്ങളുണ്ട്. ശരിയാണ്, ഞങ്ങൾക്ക് മനസ്സിലാവും. ഗവൺമെൻറ്റിന് അലൊക്കേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടും കൂടെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ദയവായി ചൂഷണം ചെയ്യരുത്. കാരണം ഞങ്ങൾക്ക് അത്രയും പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്. ഈ സമരത്തിൻ്റെ ഡിമാൻഡ്സ് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷുക്കൂർ, ഈ ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ ചികിത്സാ പിഴവുകൾ നിലവിൽ ഈ കേരളത്തിൽ വ്യാപകമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനൊക്കെയും ആരോഗ്യമന്ത്രി പറയുന്നത് പോലെ ഒരു റിപ്പോർട്ട് തേടുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് എത്ര കാര്യങ്ങൾ കടന്നിട്ടുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. ഇതും ജനങ്ങളോടുള്ള ഒരു തട്ടിപ്പായിരിക്കും. കാരണം ആരോഗ്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയും ഇത്തരത്തില് ഏതെല്ലാം കേസുകളിൽ ഇത്തരത്തിൽ ആദ്യത്തെ നടപടിയിലേക്ക് പോയോ അതിന്റെ ഫലം എന്തെന്ന് ചോദിച്ചാൽ വിഫലമാണ്. ഒരു ഫലം ഉണ്ടാക്കാത്ത കാലഘട്ടം നമ്മൾ ഹർഷിന നമ്മുടെ മുന്നിലില്ലേ, വേറെ എത്രയോ പേർ അതുപോലെ എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾ, അമ്മയും നവജാത ശിശുവും അമ്മയും 2 കേസുകളിൽ മരണപ്പെട്ട അടുത്ത കാലത്ത് മരണപ്പെട്ട സ്ഥലമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അന്ന് പറഞ്ഞു, അന്ന് ആ മരണപ്പെട്ടവരുടെ കുടുംബം CPM നേതാക്കളുടെ കുടുംബമായിരുന്നു. ഉടൻ നടപടി, അത് കാര്യങ്ങൾ ഇനി ഇതുണ്ടാകില്ല. അണുബാധയേറ്റാണ് മരിച്ചത്, കുഞ്ഞും തള്ളയും മരിച്ചു. അപ്പൊ അങ്ങനത്തെ എത്രയോ അനുഭവം, എത്രയോ മരണം ഇവരുടെ പിഴവ് മൂലം, ഇവർക്കുണ്ടാക്കിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോരായ്മ മൂലമുണ്ടാകുന്ന പിഴവുകളിലൂടെ ചികിത്സയുടെ മികവുണ്ട് എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും, ഇല്ലാന്ന് പറഞ്ഞില്ല, ആലപ്പുഴയിലും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അശ്രദ്ധ, അനാസ്ഥ, അത് ആവശ്യമായ രോഗികൾക്ക് പരിചരണം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം, അതിനാവശ്യമായ ഡോക്ടർമാരില്ലായ്മ, മെഡിക്കൽ സ്റ്റാഫ് ഇല്ലായ്മ, പാരാമെഡിക്കൽ ജീവനക്കാര്, കണ്ടിജന്റ് ജീവനക്കാര്, ലിഫ്റ്റ് ഓപ്പറേറ്റർമാര് പോലും ഇല്ലാത്ത സ്ഥലമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. എന്നാൽ എന്റെ എല്ലാ ആധുനിക യന്ത്രങ്ങൾ, ശാസ്ത്രീയമായ ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ ഇപ്പോഴും സീലിന്റെ കവറിൽ ഇരിക്കുന്ന കാഴ്ച ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാണാം. പൊട്ടിച്ചിട്ട് പോലുമില്ല, വർഷങ്ങളായി. ഉമ്മൻചാണ്ടി സാറിന് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അനുവദിക്കപ്പെട്ട ഈ ക്യാൻസർ രോഗ പ്രതിരോധ അല്ലെങ്കിൽ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്ന ആ യന്ത്ര ഉപകരണം ഇപ്പോഴും കേടുപാടാകാതെ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ സീലിന്റെ കവർ പോലും പൊട്ടിച്ചു. ഇങ്ങനെ നിരവധി
അനാസ്ഥയുടെ വീഴ്ചകളുടെ പരമ്പര, രോഗികളോട് കാണിക്കുന്ന ക്രൂരത. ഇത് നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെ ആ സമരം നടക്കുന്ന ഘട്ടത്തിൽ വനിതാ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുരുഷ പോലീസുകാർ കയ്യേറ്റം ചെയ്യുമ്പോൾ അവിടെ രോഗികളായിരിക്കുന്ന കുത്തിരിപ്പുകാരായിരിക്കുന്നവർ ആ പോലീസുകാരോട് തട്ടിക്കയറുകയാണ്. ഇത് പ്രതികരിക്കണ്ടേ? അവർ പ്രതികരിക്കുന്നത് ശരിയല്ലേ? ഇന്ന് മാതൃഭൂമി പത്രത്തിൽ അതിന്റെ ഒരു ചിത്രമുണ്ട്, അതിന്റെ അടിക്കുറിപ്പുണ്ട്. ഒരു പുരുഷ പോലീസുകാരൻ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ കഴുത്ത് നേരിച്ച് പിടിച്ച് കുടിച്ച് നിർത്തിയിരിക്കുകയാണ്. അത് വാഹനം കടന്നു പോകാൻ, പോലീസിന്റെ വാഹനം കടന്നു പോകാൻ. ഇതിന്റെ ചുറ്റും പോലീസ് വലയമാണ്. ഇതിനെതിരെ ഒരു നടപടി വേണ്ടേ? എങ്ങനെ എന്ത് സ്ത്രീ സൗഹൃദം, ഒരുപാട് സ്ത്രീ സംരക്ഷണം പറയുന്ന ആളുകൾ, പുരുഷ കാപാലികരായ പോലീസുകാർ യുവ വനിതാ പ്രവർത്തകരെ മർദ്ദിക്കുക. എവിടത്തെ നിയമമാണ്? ഇങ്ങനെ പോകുന്നു എണ്ണിയാൽ ഒടുങ്ങാത്ത പരാതി. അതുകൊണ്ട് ഈ മന്ത്രിയുടെ പ്രഖ്യാപനവും ഇതൊക്കെ ഒരു പ്രഹസനം മാത്രമാണ്. ഇതൊക്കെ താൽക്കാലികമായി എന്താ ഒരു ട്രീറ്റ്മെന്റ്, അത് കഴിഞ്ഞാൽ പഴയത് തടയും. ഈ അവസ്ഥ ഏത് കാലത്ത് മാറും? നമ്പർ 1 ആരോഗ്യ കേരളം എവിടെ പോയി? നമ്പർ 1 10 വർഷക്കാലം കൊണ്ട് തകർത്ത് കളഞ്ഞില്ലേ ആരോഗ്യ മേഖലയിലെ എല്ലാ തരത്തിലുമുള്ള വികസന പന്ഥാവിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പുതുപ്പ്, നമ്മുടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട, രോഗികൾക്ക് ലഭിക്കേണ്ട ചികിത്സാ സൗകര്യം, സേവനം, ഇതെല്ലാം നഷ്ടപ്പെടുത്തി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സിസ്റ്റമായി ഇന്ന് മെഡിക്കൽ കോളേജുകളുടെ സിസ്റ്റം മാറിയിരിക്കും. പ്രതിക്കൂട്ടിലാണ്. ഡോക്ടർ ഹാരിസ് പറഞ്ഞ അന്നു മുതലുള്ള കേസുകൾ എടുത്താൽ തന്നെ എത്രയാണ്? അതിനു മുമ്പുള്ളത് എത്രയാണ്? അതിനു മുമ്പ് 10 വർഷം ഈ ഗവൺമെന്റ് ഭരണം തുടങ്ങുന്ന കാലഘട്ടം മുതലുള്ള നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, അങ്ങനെ പോലീസ് സാന്നിധ്യത്തിന്റെ മരണം, ഒരു ക്രൂരമർദ്ദനമേറ്റ് കടാര കുത്തേറ്റ് മരിച്ചു വീണ ഒരു യുവ ഡോക്ടറുടെ സ്ഥിതി നമ്മൾ ഓർക്കുന്നുണ്ട് അല്ലേ? പോലീസുകാരുടെ കാവലിൽ തന്നെ നടന്നു. അപ്പോ എന്താണ് ആരോഗ്യ മേഖലയ്ക്ക് വരുന്നത്? ഇതിനടിന്ന് ഇവരൊക്കെ രാജിവെച്ചു പോവുകയാണെന്നല്ല. രാജിവെച്ചു പോയി പകരം സംവിധാനം ഉണ്ടാക്കട്ടെ. ആളുകൾ വന്ന് ഇതുണ്ടാക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ അനുഭവം അതാണ്. ഈ സിസ്റ്റം നന്നാക്കാൻ കഴിയുന്ന പ്രബലരുള്ള സംസ്ഥാനമാണ് ഈ സംസ്ഥാനം. ഇങ്ങനെ സജനപക്ഷപാതത്തിന്റെ അക്രമകാരികളെ പ്രോത്സാഹിപ്പിക്കുന്ന, ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, ആ തരത്തിൽ അവർക്ക് ക്ഷേമം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല വേണ്ടത്. ഈ പാവങ്ങൾ അത്താഴപ്പട്ടിണിക്കാർ, ധർമാശുപത്രിയായ മെഡിക്കൽ കോളേജായാലും ജില്ലാശുപത്രിയായാലും ആരോഗ്യ മേഖലകളിൽ കടന്നു വരുന്നവരെ അവർക്ക് പരിചരണം, അവർക്കാവശ്യമായ ചികിത്സ, അവർക്കാവശ്യമായ മരുന്ന്, അവർക്കാവശ്യമായ എന്താ പറയുക ആരോഗ്യ രംഗത്തെ പരിപാലനം, ഇതാണ് അവരെ ആവശ്യപ്പെടുന്നത്. ഇത് വേണ്ടേ? ഇതൊന്നും കൊടുക്കാൻ കഴിയില്ല. ഇതാണ് എനിക്ക് ചോദ്യം. അതുകൊണ്ട് ഈ താൽക്കാലികമായ ഒരു ഏർപ്പാടുണ്ടല്ലോ ഈ പ്രഖ്യാപനം. ഇപ്പോൾ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന ആ ഡോക്ടർ പറയുന്നു അവരെല്ലാം അത് HOD ആണ്, അവിടുത്തെ യൂണിറ്റ് ചീഫാണ്. അവര് ഈ സർജറി നടത്തിയിട്ടില്ല. സർജറി നടത്തിയ മറ്റൊരാളാണ്. പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നത് ഈ ഡോക്ടറാണ്. അപ്പോൾ ഈ അന്വേഷണം ഒരു പ്രഹസനത്തിന്റെ ഭാഗം തന്നെയല്ലേ? ഇതിൽ ആരൊക്കെ ഉണ്ടോ എന്നുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായി വരണ്ടേ? പ്രതികളായി ഉൾപ്പെടുത്തണ്ടേ? എന്താണ് സിസ്റ്റത്തിന്റെ തകരാറിൽ ഗവൺമെന്റ് നമ്മുടെ വിവിധ സംവിധാനങ്ങൾ ഗവൺമെന്റിന്റെ കീഴിലുള്ള ആരോഗ്യ മേഖലയിൽ അത് ആരൊക്കെയാണോ ആ ഒരു ആക്ടിന്റെ ഭാഗമല്ലേ? അതൊക്കെ ഭാഗമല്ലേ? ഉന്നത ഉദ്യോഗസ്ഥർ അവരെല്ലാം ഇതിന് ഉത്തരവാദികളല്ലേ? അതിനെ നിയന്ത്രിക്കുന്ന മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രിയല്ലേ നമ്പർ 1 ഉത്തരവാദിത്വം വഹിക്കേണ്ടതാണ്. അപ്പോ ഏത് കാലത്ത് ഇത് മാറ്റിയെടുക്കാൻ കഴിയും? ഇങ്ങനെ പോയാൽ വീണ്ടും 3ാം തവണ എന്ന് പറയുന്ന ഒരു സർക്കാർ ഇത്തരത്തിലുള്ള പോക്കാണെങ്കിൽ എന്തായിരിക്കും ഈ സർക്കാരിന്റെ പതനം? ഇതാണ് എനിക്ക് പറയാൻ.
ശരി, വളരെയധികം നന്ദി ശ്രീ ഷുക്കൂർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ പ്രതിഷേധം കടക്കുകയാണ്. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകനായ അഞ്ചൽ ജോബ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഞ്ചൽ, അതായത് ഇന്നിപ്പോൾ ഈ ഡോക്ടർമാരുടെ സംഘടനയുടെ പ്രതിനിധിയായ ഈ ഡോക്ടർ ഷാഹിദയെ സസ്പെൻഡ് ചെയ്തതിൽ ഈ KGMCT പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ റോസ്നാര പറഞ്ഞിട്ടുള്ളത് ഈ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന് 10 വർഷമായി പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്നാണ്. ഈ അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയും ന്യായമാണ്. ഈ സൂചിപ്പിച്ചതുപോലെ നിരവധി തവണയായി അവർ പ്രതിഷേധവും നടത്തുന്നുണ്ട്, എന്നാൽ അതിനോട് നീക്കുപോക്ക് ഇതുവരെയായി ഉണ്ടായില്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുമെന്ന് പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിക്കാനാകുന്നൊരു കാര്യമാണ്. കാരണം ഇവരുടെ വയറ്റിലേക്ക് കത്രിക കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ പോലും ഇവർക്കായിട്ടില്ല ആദ്യഘട്ടങ്ങളിൽ എന്നുള്ളതാണ്. ഈ വയറുവേദനയുമായി ഈ ഡോക്ടർമാരെ സമീപിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്ന് കണ്ടെത്തുന്നതിനുള്ളൊരു മാർഗവും അവർ സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ലാബിൽ നടത്തിയൊരു പരിശോധനയിലാണ് ഈ കത്രിക കണ്ടെത്തുന്നത്. സസ്പെൻഡ് ചെയ്യണമല്ലോ. സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു നടപടിയുമില്ലാതെ ഇത് തേച്ചു മാറ്റി കളയുന്നത് ശരിയല്ലല്ലോ. ഇത് അവർ പറയുന്ന KGMCT പറയുന്നത് ന്യായമായ ആവശ്യമാണ്. സ്റ്റാഫില്ല എന്ന് പറയുന്നത് അത് സത്യസന്ധമായ കാര്യമാണ്. ഒരു വാർഡിൽ 100 പേഷ്യന്റിന് 12 നേഴ്സ് വേണം എന്നുള്ളിടത്ത് 2 നേഴ്സന്മാരാണ് ജോലി ചെയ്യുന്നത് മെഡിക്കൽ കോളേജിൽ. അതുപോലെ നേഴ്സിംഗ് അസിസ്റ്റന്റുമാര്, അതർ അറ്റൻഡർ, അങ്ങനെയുള്ള ഡോക്ടർമാര് തന്നെ ഒരു യൂണിറ്റിൽ. ഇപ്പൊ നമുക്കറിയാവുന്ന കാർഡിയോളജി OPയിൽ പോലും 7 റൂമുണ്ട്, 7 ഡോക്ടർമാരിരിക്കണം. പക്ഷെ 3-4 ഡോക്ടർമാരേ ഉള്ളൂ. ഒരു യൂണിറ്റ് ചീഫ്, 2 അസോസിയേറ്റ് പ്രൊഫസർമാര്, ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ. ബാക്കി ആളില്ല. കാരണം അവർക്ക് ശമ്പളം കൊടുക്കണം, ആളിനെ നിയമിക്കുന്നില്ല. ഡോക്ടർമാരുടെ ക്ഷാമമുണ്ട്, നേഴ്സന്മാരുടെ ക്ഷാമമുണ്ട്, അതുപോലെ അതർ വർക്കേഴ്സിന്റെ ക്ഷാമമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകുന്നല്ലാതെ ആത്മാർത്ഥമായി എന്തെങ്കിലും ഒരു ഭരണം ആരോഗ്യവകുപ്പിൽ നടക്കുന്നുണ്ടോ? അപ്പൊ ഡോക്ടർമാരിൽ നിന്ന് തെറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ വരുന്ന തെറ്റിനെ ഡോക്ടർമാർ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണ് കുഴപ്പം വരുന്നത്. ഇതൊന്നും ദൈവമല്ല ഓപ്പറേഷനൊക്കെ ചെയ്യുന്നത്, മനുഷ്യ സഹജമാണ്. അപകടങ്ങൾ വരാം, അവർക്ക് അപാകതകൾ വരാം. പക്ഷേ അത് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാൻ ഡോക്ടർ തയ്യാറാവണം. ഡോക്ടർമാരുടെ സംഘടന അതിന് തയ്യാറാവാതെ ഡോക്ടർമാര് ഇതിനെ അനുകൂലിക്കുന്നത് ശരിയല്ല. സസ്പെൻഡ് ചെയ്തതിൽ മന്ത്രിസഭ എടുത്ത തീരുമാനം അല്ലെങ്കിൽ മന്ത്രി എടുത്ത തീരുമാനം സ്വാഗതാർഹമാണ്. പക്ഷേ ഇതുകൊണ്ട് പോരാ, സ്റ്റാഫുകളെ നിയമിച്ച് മെഡിക്കൽ കോളേജുകളും ആശുപത്രികളിലും ശുദ്ധീകരിക്കാൻ ശ്രമിക്കണം. സ്റ്റാഫില്ല എന്നുള്ളത് ഡോക്ടർമാരുടെ സംഘടന പറയുന്നെങ്കിൽ അത് 100% ശരിയാണ്. ഒരു മെഡിക്കൽ കോളേജിലും ആവശ്യമുള്ള സ്റ്റാഫുകളില്ല. ഇനി പറയാനാണെങ്കിൽ മരുന്നില്ല, മാസ്കില്ല, പിന്നെ യാതൊരു ഉപകരണങ്ങളുമില്ല. ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്യുന്നത് വെളിയിൽ നിന്ന് ഉപകരണങ്ങൾ രോഗിയെ കൊണ്ട് പൈസ കൊടുത്ത് മേടിപ്പിച്ചാ വന്ന് ചെയ്യുന്നത്. ആ നിലയിലേക്ക് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. അതുകൊണ്ട് ഇത് അടിയന്തരമായി ആരോഗ്യവകുപ്പിനെ നല്ല നിലയിൽ കൊണ്ടുവരാനുള്ള ഒരു മന്ത്രിസഭാ യോഗം കൂടി വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഈ കൂടുതൽ സ്റ്റാഫുകളെ എടുക്കുക എന്നുള്ളതൊരു ആവശ്യമായൊരു കാര്യം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അതിനൊരു നടപടി ഇതുവരെയായും ഉണ്ടാകാത്തത്? കാരണം ഇവർ കുറെ ആയില്ലേ പ്രതിഷേധിക്കുന്നു. അല്ല, ആരോഗ്യവകുപ്പ് കഴിഞ്ഞ 5 വർഷക്കാലമായി ഇത് തന്നെയല്ലേ സ്ഥിതി. ഇങ്ങനെ ഓരോ അപകടങ്ങൾ വരുമ്പോൾ നമ്മളത് ചർച്ച ചെയ്യുന്നു. 2 ദിവസം 3 ദിവസം അത് മുന്നോട്ട് പോകുന്നതല്ലാതെ ഒരു നടപടിയും അതിന് മേൽ വരുന്നില്ലല്ലോ. ഇപ്പൊ ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു, ഒരു സിസ്റ്ററെ സസ്പെൻഡ് ചെയ്തു, അവിടെ തീർന്നു വിഷയം. പക്ഷേ ആവശ്യത്തിന് സ്റ്റാഫിനെ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ സ്റ്റാഫില്ല, വാർഡുകളിൽ സ്റ്റാഫില്ല. നിങ്ങൾ ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലുള്ള മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലണം. രോഗികൾ തറയിൽ കിടക്കുന്നു. എവിടെയെങ്കിലും നടക്കുന്ന സംഭവമാണോ? ആരോഗ്യരംഗമല്ലേ നമ്മൾ പ്രധാനമായി കാണേണ്ടത്. ഇത് പക്ഷേ ഇത് ആരോഗ്യവകുപ്പിനെ വളരെ ചെറിയൊരു വകുപ്പായി കണ്ട് സമ്പത്തും കൊടുക്കത്തില്ല, ധനകാര്യ വകുപ്പിൽ നിന്ന് ആവശ്യം പോലെ പൈസ കൊടുക്കുന്നില്ല, നമുക്ക് ഇൻസ്ട്രുമെന്റ് മേടിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം രോഗികളെ കൊണ്ട് മേടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നിങ്ങൾ വെളിയിൽ അറിയുന്നതിനേക്കാൾ കൂടുതലാണ് അകത്ത് നടക്കുന്ന സംഭവങ്ങൾ. ദൈനംദിനം ആ വിഷയത്തിൽ ബന്ധപ്പെടുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വളരെ വ്യക്തമായി അറിയാം, ഒരു ഹോസ്പിറ്റലിലും ആവശ്യത്തിനുള്ള മരുന്നുകളില്ല. 2-3 പാരസെറ്റമോൾ കാണും. ന്യൂറോ മെഡിസിൻ,
ഗ്യാസ്ട്രോ മെഡിസിൻ വില കൂടിയ ഒരു മെഡിസിനും ഒരു മെഡിക്കൽ കോളേജിലുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, വിവരാവകാശം കൊടുക്കാം. ഇതൊക്കെ പറയുന്നതല്ലാതെ ഇതിന്മേലൊരു നടപടിയെടുക്കാനോ ഇത് മേക്കപ്പ് ചെയ്യാനോ അവർക്ക് കഴിയുന്നില്ല. അതാണ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ പരാജയം സംഭവിച്ചത്. ശരി, വളരെയധികം നന്ദി ശ്രീ അഞ്ചൽ ജോബി ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മണ്ഡലം മെഡിക്കൽ കോളേജിലുണ്ടായി ചികിത്സാ പിഴവിൽ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വകുപ്പ് മേധാവിയായ ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്താണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഉഷ ജോസഫിന്റെ ബന്ധു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അമ്പലപ്പുഴ പോലീസ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ UDFന്റെ പ്രതിഷേധവും നടന്നിട്ടുണ്ട്. പത്തനംതിട്ട YMCAയിൽ ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് മന്ത്രി. ഈ പൂർത്തിയാകാത്ത പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെയാണ് നഗരസഭയിലെ UDF ജനപ്രതിനിധികൾ പ്രതിഷേധം അറിയിച്ചത്. ഇതോടെ LDF പ്രവർത്തകർ പ്രതിരോധവുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് ഈ LDFും UDFും പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഇതൊരു സംഘർഷ സാധ്യതയിലേക്കൊക്കെ കാര്യങ്ങൾ പോയെങ്കിലും ഈ പോലീസ് ഇടപെട്ട് ഈ വിഷയം പരിഹരിക്കുകയായിരുന്നു. പിന്നാലെ UDF യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുകയായിരുന്നു. അതോടൊപ്പം തന്നെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ആലപ്പുഴ പുന്നപ്രയിലെ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ ഇന്നാണ്. CT സ്കാനിംഗ് ഇന്നലെ കഴിഞ്ഞിരുന്നു. തുടർന്ന് വൈകുന്നേരത്തോടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് ചേർന്നാണ് ശസ്ത്രക്രിയ തീരുമാനിച്ചത്. ഉഷയുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് വിലയിരുത്തിയ ശേഷമാണ് ശസ്ത്രക്രിയയുടെ സമയം തീരുമാനിച്ചത്. വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇടവേള. നന്നായി പഠിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി നേടുക, ഇതാണ് ഏതൊരാളുടെയും സ്വപ്നവും ലക്ഷ്യവും. ഉയർന്ന തസ്തികയിലേക്ക് പ്രൊമോഷൻ നേടി മുന്നോട്ട് പോകുന്നു. ഒരു വ്യക്തിയുടെ കരിയർ ഗ്രോത്ത് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെയാണല്ലോ. എന്നാൽ നമ്മുടെ ജെൻസി തലമുറ ഇങ്ങനെയല്ല. ഇത്തരം രീതികളോട് അവർക്ക് താല്പര്യമില്ലെന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് മിഡിൽ മാനേജ്മെന്റ് റോളുകൾ ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. ആഗോള റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ റോബർട്ട് വാൾട്ടേഴ്സ് ജെൻസിക്കിടയിൽ ഒരു സർവേ നടത്തി. അതിൽ 52% പേരും മിഡിൽ മാനേജ്മെന്റ് സ്ഥാനങ്ങളിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്ന് കണ്ടെത്തി. ഇതിന് അവർ ഒരു പുതിയ വാക്ക് കണ്ടുപിടിച്ചു: കോൺഷ്യസ് അൺബോസിംഗ്. അതായത് മാനേജ്മെന്റ് പദവികൾ ബോധപൂർവം ഒഴിവാക്കുക എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിവില്ലാത്തതോ ആഗ്രഹമില്ലാത്തതോ അല്ല കാരണം. കരിയറിൽ വിജയിക്കുക എന്നതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് വേറെയാണ്. ജെൻസി ജീവനക്കാർക്ക് അധിക ഉത്തരവാദിത്വം, സമ്മർദ്ദം എന്നിവയോട് തീരെ യോജിപ്പില്ല. മറിച്ച് ജോലി, ജീവിത ബാലൻസ്, മാനസികാരോഗ്യം, സ്വാതന്ത്ര്യം എന്നീ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. മുതിർന്ന സഹപ്രവർത്തകർ ദീർഘസമയം ജോലി ചെയ്യുന്നതും മാനേജ്മെന്റ് തലത്തിലെ പ്രശ്നങ്ങൾ നേരിടുന്നതും ജെൻസികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ അവർ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന അഭിപ്രായവും 69% ജെൻസികളും പങ്കുവച്ചു. ഒരു ടീമായി ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നതിനുമാണ് ഇക്കൂട്ടർ പ്രാധാന്യം നൽകുന്നത്. 72% പേരും സർവേയിൽ ഇതേ അഭിപ്രായമാണ് ഉന്നയിച്ചത്. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പകരം ജെൻസി വിഭാഗത്തെ ഉയർന്ന തസ്തികകളിൽ കൊണ്ടുവന്നാൽ കമ്പനി ഉയർച്ചയിലെത്തുമെന്ന വ്യത്യസ്തമായ അഭിപ്രായവും 63% പേരും പങ്കുവച്ചു. കരിയറിൽ വിജയം നേടാൻ ബോസ് ആകേണ്ടതില്ല എന്നാണ് സർവേയിൽ ഭൂരിഭാഗം പേരും മറുപടി നൽകിയത്. പുതിയ ട്രെൻഡിലൂടെ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ കരിയർ കെട്ടിപ്പടുക്കുകയാണ് ജെൻസി വിഭാഗം. സഹപ്രവർത്തകയായ യുവതിയെ ആശുപത്രിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഡോക്ടർക്ക് 3 മാസം തടവും 10,000 രൂപ പിഴയും. തലശ്ശേരി തിരുവങ്ങാട് സ്വദേശി ഡോക്ടർ സന്തോഷിനെയാണ് തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. സംഭവം നടക്കുന്ന സമയം ഇയാൾ തലശ്ശേരിയിലെ ന്യൂ മലബാർ ആശുപത്രിയിലെ കുട്ടികളുടെ ഡോക്ടറായിരുന്നു. അവിടെ വെച്ചാണ് സഹപ്രവർത്തകയായ സ്ത്രീയെ ഉപദ്രവിച്ചെന്ന പരാതി തലശ്ശേരി പോലീസിന് ലഭിച്ചത്. തുടർന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഏറ്റെടുക്കുകയും ഡോക്ടർക്ക് മർദ്ദനമേൽക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഗർഭിണിയായ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പിലെ റാഷിദാണ് ആക്രമണം നടത്തിയത്. ഡിസ്ചാർജ് അംഗീകരിക്കാത്തതിൽ പ്രകോപിതനായ യുവാവ് നഴ്സിംഗ് ഓഫീസർ സനിലയെ ചീത്ത വിളിക്കുകയും ലേബർ റൂം ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് പോലീസും ആശുപത്രി സുരക്ഷാ ജീവനക്കാരും ചേർന്ന് ബലം പ്രയോഗിച്ചാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. നഴ്സിംഗ് ഓഫീസർ സനിലയുടെ പരാതിയിൽ കേസെടുത്താണ് പോലീസ് റാഷിദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്.
ബെനാമി ഇടപാട് പരാതിയിൽ CPM നേതാവും കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യയ്ക്കെതിരെ അന്വേഷണം വേണ്ടെന്ന് സർക്കാർ. അഴിമതി ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്നാണ് സർക്കാർ നിലപാട്. വിവിധ കരാറുകളിൽ ദിവ്യ ഇടപെട്ടതിന് തെളിവില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസിന്റെ പരാതിയിലാണ് സർക്കാർ നിലപാട് കോടതിയെ അറിയിച്ചത്. ദിവ്യ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ബെനാമി ഇടപാട് നടന്നുവെന്നായിരുന്നു ഷമാസിന്റെ പരാതി. വിവാദമായ പാലത്തായി പീഡന കേസിലെ പ്രതിയായ BJP നേതാവിന് അനധികൃത പരോൾ. തലശ്ശേരി പോക്സോ കോടതി ജീവിതാവസാനം വരെ തടവ് വിധിച്ച് 3 മാസമാകുമ്പോഴാണ് BJP നേതാവിന് വേണ്ടിയുള്ള സർക്കാർ ഇടപെടൽ. ശിക്ഷ റദ്ദാക്കണമെന്ന പത്മരാജന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് അവധി അനുവദിച്ചിരിക്കുന്നത്. പത്മരാജന്റെ സഹോദരിയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി 3 ദിവസത്തെ പരോളാണ് ജയിൽ സൂപ്രണ്ട് ആദ്യം അനുവദിച്ചത്. എന്നാൽ സൂപ്രണ്ട് നൽകിയ പരോളിന് ശേഷം സംസ്ഥാന സർക്കാരും ജയിൽ മേധാവിയും ചേർന്ന് കൂടുതൽ ദിവസത്തെ പരോൾ അനുവദിക്കുകയായിരുന്നു. പരോൾ അനുവദിച്ചത് ജയിൽ ചാട്ടത്തിന് വിരുദ്ധമെന്നാണ് ഉയർന്ന ആരോപണം. ഹൈക്കോടതിക്ക് പോലും ഇത്തരം കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിൽ നിയമപരമായി തടസ്സം നിലനിൽക്കെയാണ് സർക്കാർ ഇടപെടൽ. മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി തന്ത്രിയെ കുടുക്കിയെന്ന പ്രചാരണം ശക്തമാക്കാൻ UDF. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരായ ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ല എന്ന കോടതി പരാമർശം ആയുധമാക്കും. 2018 ശബരിമല യുവതീ പ്രവേശനത്തെ രാജീവർ എതിർത്തതിന്റെ പ്രതികാരമായുള്ള അറസ്റ്റാണെന്ന തന്ത്രിവാദവും ഉന്നയിക്കും. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം വന്ന ഘട്ടത്തിൽ അതിൽ നിന്നും വഴിതിരിച്ചു വിടാനായിരുന്നു തന്ത്രിക്കെതിരായ നിയമ നടപടികളെന്നും UDF ആരോപിക്കുന്നു. തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കാൻ അപ്പീൽ നൽകാൻ SIT നിയമോപദേശം തേടും. ഹെറോയിൻ കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണി ചോട്ടുഭായ് എക്സൈസിന്റെ പിടിയിൽ. കോഴിക്കോട് മുട്ടാഞ്ചേരി ഭാഗങ്ങളിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ചോട്ടുഭായ് എന്ന പേരിൽ അറിയപ്പെടുന്ന റഖീബുൾ അലമിന്റെ പക്കൽ നിന്നും വിപണിയിൽ 2 ലക്ഷത്തോളം വില വരുന്ന മാരക മയക്കുമരുന്നായ 50 ഗ്രാം ഹെറോയിനാണ് പിടിച്ചെടുത്തത്. വെസ്റ്റ് ബംഗാളിൽ നിന്നും എത്തിച്ച ഹെറോയിൻ ജില്ലയിലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ചെറുകിട വിൽപ്പനക്കാർക്ക് ഗ്രാമിന് 3000 മുതൽ 4000 രൂപ വരെ നിരക്കിലാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.